ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ തിയറി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യൂണിറ്റ് 4 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബയോമെട്രിക് ഡാറ്റ സെഷൻ 4 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സെഷൻ 4ൻ്റെ നെയിം ഒബ്സർവ് ദി IT പ്രാക്ടീസസ്. ആദ്യത്തെ നമ്മുടെ പോർഷൻ കോൺസെപ്റ്റ് ഓഫ് ലോഗ് ഫയൽ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. In computing, a log file is a file that records every events that occur in an operating system or other software runs or messages between different users of a communication software. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് യൂസേഴ്സ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയറിലൂടെ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ഇവൻസിനെയും റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫയലാണ് ലോഗ് ഫയൽ. ആ ലോഗ് ഫയൽ പിന്നീട് നമുക്ക് ഡാറ്റ ഓഡിറ്റ് നടത്തുമ്പോഴോ എന്തെങ്കിലും എറർ കണ്ടുപിടിക്കാനോ സഹായിക്കുന്ന ഒരു ലോഗ് ഫയലാണ്. എല്ലാ ഇവൻസും ലോഗ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ഫയലാണ് ലോഗ് ഫയൽ. ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും ലോഗ് ഫയൽ. അടുത്തതായി ഡാറ്റ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. ഡാറ്റ ഓഡിറ്റ് റെഫേഴ്സ് ടു ദി ഓഡിറ്റിംഗ് ഓഫ് എ ഡാറ്റ to access its quality or utility for a specific purpose. ഒരു ഡാറ്റയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ യൂസേജ് പരിശോധിക്കാനായി വീണ്ടും ഓഡിറ്റിംഗ് നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഡാറ്റ എങ്ങനെയെല്ലാം ഉപയോഗിച്ചു, എത്ര ക്വാളിറ്റിയാണ് ഡാറ്റയ്ക്കുള്ളത് എന്ന ഒരു പരിശോധനയാണ് നമ്മൾ ഡാറ്റ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Auditing your databases enables you to track and understand how your records are used and gives you visibility into any risk of misuse or breaches. ഇത്തരത്തിലുള്ള ഓഡിറ്റുകൾ നമുക്ക് നമ്മുടെ റെക്കോർഡുകൾ പരിശോധിക്കുവാനും ഭാവിയിലുണ്ടാകുന്ന എല്ലാ റിസ്കുകൾ, അതായത് മിസ്യൂസ്, ഡാറ്റ മിസ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റിക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെയോ ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അടുത്തതായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. Information Technology Act 2000 or IT Act is the primary law that deals with cybercrime and electronic commerce in India. ഇന്ന് സൈബർ ക്രൈമുകളെയും അതേപോലെ ഇലക്ട്രോണിക് കൊമേഴ്സിൽ നടക്കുന്ന പലതരം ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റീസിനെയും തടയാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് IT Act 2000. IT Act എന്ന് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ IT Act എന്ന് ചുരുക്കി വിളിക്കുന്നു. It provides legal recognition for transactions that are carried out by means of electronic data interchange. ഇലക്ട്രോണിക് ആയിട്ട് ഡാറ്റ ഇൻ്റർചേഞ്ച് നടത്തുമ്പോഴുള്ള എല്ലാ ട്രാൻസാക്ഷനുകൾക്കും ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുന്ന ആക്ട് കൂടിയാണ് IT Act. Further, it defines cyber crimes and prescribes certain penalties for the same. സൈബർ ക്രൈമുകളെക്കുറിച്ച് തിരിച്ചറിവ് നൽകുകയും സൈബർ ക്രൈമിന് ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചും IT Act 2000 പ്രതിപാദിക്കുന്നുണ്ട്. IT Actലെ ഓരോ സെക്ഷൻസുകളും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെക്ഷൻ IT Act 65, സെക്ഷൻ 65, ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്. കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഓൾട്രേഷൻ നടത്തുകയോ തിരിമറി നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 65 പ്രകാരം 3 വർഷം തടവും അല്ലെങ്കിൽ 2 ലക്ഷം പിഴയോ കിട്ടാവുന്നതാണ്. നമ്മുടെ സെക്ഷൻ 66. സെക്ഷൻ 66 ഡീൽ ചെയ്യുന്നത് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഹാക്കിംഗ് എന്ന ഒരു സൈബർ ക്രൈം നടത്തുകയാണെങ്കിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ 5 ലക്ഷം പിഴയോ ഈടാക്കാവുന്നതാണ്. 66B സെക്ഷൻ പ്രകാരം കമ്പ്യൂട്ടർ ഡിവൈസ്, മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ ഡിവൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, മൊബൈലായാലും നമ്മൾ റിസീവ് ചെയ്യുകയാണ്, പിടിക്കപ്പെടുകയാണെങ്കിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയോ ഈടാക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ 66C. ഒരു യൂസറിൻ്റെ അനുമതിയില്ലാതെ ആളുടെ പാസ്വേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ 1 ലക്ഷം പിഴയോ ഈടാക്കാവുന്ന ഒരു ശിക്ഷ കിട്ടുന്നതാണ്. അടുത്ത സെക്ഷൻ 66D. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ഒരു ചീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലൊരു ഒഫൻസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി ലഭിക്കുന്നത് 3 വർഷത്തേക്ക് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കോ പിഴ ഈടാക്കാവുന്നതാണ്. 66E സെക്ഷൻ പ്രകാരം മറ്റുള്ളവരുടെ പ്രൈവറ്റ് ഇമേജസ് അവരുടെ പെർമിഷൻ കൂടാതെ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ
ലഭിക്കാവുന്ന ശിക്ഷ 3 വർഷം തടവോ അല്ലെങ്കിൽ 2 ലക്ഷം പിഴയോ ആണ്. 66F സൈബർ ടെററിസം നടത്തുകയാണെങ്കിൽ ജീവപര്യന്ത ശിക്ഷയാണ് ലഭിക്കുന്നത് പെനാൽറ്റി ആയിട്ട്. അടുത്ത സെക്ഷൻ 67 ഡീൽ ചെയ്യുന്നത് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഒബ്സീൻ ഇൻ ഇലക്ട്രിക്കൽ ഫോം. ഇലക്ട്രിക്കൽ മാധ്യമങ്ങൾ വഴി ഒബ്സീൻ ആയിട്ടുള്ള അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ വയലൻസ് കൂടുതൽ ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അവർക്ക് 5 വർഷം തടവും അല്ലെങ്കിൽ 10 ലക്ഷം പിഴയും അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ 67A പബ്ലിഷിംഗ് ഇമേജസ് കണ്ടെയ്നിങ് സെക്ഷൽ ആക്ട്. അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോസോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ 7 വർഷം തടവോ അല്ലെങ്കിൽ 10 ലക്ഷം പിഴയോ ഈടാക്കാവുന്നതാണ്. 67B കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ കുട്ടികളെ അശ്ലീല രീതിയിൽ ഓൺലൈനായി പിന്തുടരുകയോ ചെയ്യുകയാണെങ്കിൽ 5 വർഷം, ആദ്യത്തെ തവണ പിടിക്കുകയാണെങ്കിൽ 5 വർഷം തടവോ അല്ലെങ്കിൽ 10 ലക്ഷം പിഴയോ കിട്ടും. രണ്ടാമതും ഇതേ ആക്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 7 വർഷം തടവോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴയോ ഈടാക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ 70 ഡീൽ ചെയ്യുന്നത് സെക്യൂറിംഗ് ആക്സസ് ഓർ അറ്റംപ്റ്റിംഗ് ടു സെക്യൂർ ആക്സസ് ടു എ പ്രൊട്ടക്റ്റഡ് സിസ്റ്റം. അതായത് പാസ്വേഡോ യൂസർ ഐഡിയോ വെച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അധികം ആക്സസ് ഇല്ലാത്ത സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറുകയാണെങ്കിൽ 10 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ ഈടാക്കാവുന്നതാണ്. സെക്ഷൻ 71 ഡീൽ ചെയ്യുന്നത് മിസ് റെപ്രസെൻറ്റേഷനെയാണ്. അതായത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി പുറത്ത് കാണിക്കുക, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 വർഷം തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയോ ഈടാക്കാവുന്നതാണ്. സെക്ഷൻ 72 ഡീൽ ചെയ്യുന്നത് ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഒരാളുടെ കോൺഫിഡൻഷ്യാലിറ്റിയോ അല്ലെങ്കിൽ പ്രൈവസിയെയോ എന്തെങ്കിലും തരത്തിൽ ഹനിക്കുകയാണെങ്കിൽ 2 വർഷം തടയോ അല്ലെങ്കിൽ 1 ലക്ഷം പിഴയോ ഈടാക്കാവുന്നതാണ്. സെക്ഷൻ 74 ഡീൽ ചെയ്യുന്നത് പബ്ലിക്കേഷൻ ഫോർ ഫ്രോഡുലന്റ് പർപ്പസ്. അതായത് എന്തെങ്കിലും ഫ്രോഡ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പബ്ലിക്കേഷൻ നടത്തുകയാണെങ്കിൽ 2 വർഷം തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്നതാണ്. IT ആക്ടിലെ തന്നെ വളരെ അത്യാവശ്യം സെക്ഷൻസാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനിയും സെക്ഷൻ ഉണ്ട്. ഇനി അമെൻമെൻറ്റുകൾ, IT ആക്ട് 2000 അമെൻമെൻറ്റുകൾ വന്നിരിക്കുന്നത് 2008 ഒരു മേജർ ആയിട്ടുള്ള അമെൻമെൻറ്റ് വന്നത് 2008 സെക്ഷൻ 66A ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. വിച്ച് പീനലൈസ്ഡ് സെൻഡിങ് ഓഫ് മെസ്സേജസ്. നമുക്ക് 66A ഡീൽ ചെയ്യുന്നത് ഒഫെൻസീവ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത് ാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ഒരാളുടെ വ്യക്തിഹത്യ നടത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്ന മെസ്സേജസുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹനിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 വർഷം തടവും പിഴയും ഈടാക്കാവുന്ന ഒരു സെക്ഷനാണ് 66A. അതേപോലെ സെക്ഷൻ 69 2008 അമെൻമെൻറ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോറിറ്റീസിന് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഇൻഫോർമേഷൻ മോണിറ്റർ ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 69. IT എത്തിക്സ് എന്താണെന്ന് നോക്കാം. IT ലോ ആണ് നമ്മൾ ഇതുവരെ കണ്ടത്, IT ആക്ട്. അതായത് IT എത്തിക്സ് എന്ന് പറയുന്നത് ലോയിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയത്. അതായത് ഒരു IT പ്രാക്ടീഷണർ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ചില ബിഹേവിയർ കോഡിനെയാണ് നമ്മൾ IT എത്തിക്സ് എന്ന് വിളിക്കുന്നത്. IT ലോ എല്ലാവരും അനുസരിക്കുന്നത് പോലെ തന്നെ IT എത്തിക്സും നമ്മുടെ മൊറാലിറ്റിക്കനുസരിച്ച് നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ടതാണ്. The aim of the law is to maintain social order, peace and justice in society, whereas the aim of ethics is to provide code of ethics and conduct that help people to decide what is wrong and how to act and behave. എങ്ങനെയാണ് ഒരു IT മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പെരുമാറേണ്ടതെന്നും ബിഹേവ് ചെയ്യേണ്ടതെന്നും പഠിക്കുന്നത് IT എത്തിക്സിലൂടെയാണ്. Internet involves a large number of objects and humans that are connected via internet anytime and any place to provide homogeneous communication and contextual services.
ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില എത്തിക്സുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ ലാൻഡ്സ്കേപ്പ് ദാറ്റ് നീഡ്സ് ന്യൂ എൻഹാൻസ്ഡ് ലീഗൽ ആൻഡ് എത്തിക്കൽ മെഷേഴ്സ് ഫോർ പ്രൈവസി പ്രൊട്ടക്ഷൻ, ഡാറ്റ സെക്യൂരിറ്റി, ഓണർഷിപ്പ് പ്രൊട്ടക്ഷൻ, ട്രസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ്. അതായത് ലീഗലായിട്ടുള്ള, എത്തിക്കലായിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റ പ്രൊട്ടക്ഷനും ഡാറ്റ സെക്യൂരിറ്റിയും, ഒരാളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ ഓണർഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുക, പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കീപ്പപ്പ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇതെല്ലാം നമുക്ക് IT എത്തിക്സും IT ലോയിലൂടെയും സാധ്യമാവുന്നതാണ്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ച ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എ ലോഗ് ഫയൽ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻ IT ആക്ട്. IT ആക്ടിലെ എല്ലാ സെക്ഷൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ IT എത്തിക്സ്? IT എത്തിക്സ് എന്താണെന്ന് കൂടി പറയുക. ഇതോടെ നമ്മുടെ യൂണിറ്റ് 4-ലെ എല്ലാ പോർഷൻസും അവസാനിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ബൈ.